ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC 2021 മുതൽ 2023 വരെ നടത്തിയിട്ടുള്ള എല്ലാ PSC പരീക്ഷകളിൽ നിന്നുമുള്ള കേരള ചരിത്രത്തിലെയും കേരള നവോത്ഥാനത്തിലെയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം: കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. ഉത്തരം ഓപ്ഷൻ ഡി, അഞ്ചുതെങ്ങ് കലാപം. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് വിപ്ലവത്തിനു സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം ഓപ്ഷൻ ഡി, പഴശ്ശി വിപ്ലവം. അടുത്ത ചോദ്യം: ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ സി, 1930. അടുത്ത ചോദ്യം: 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. ഉത്തരം ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമി. അടുത്ത ചോദ്യം: എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി, തലശ്ശേരി. അടുത്ത ചോദ്യം: ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ സി, 1797. അടുത്ത ചോദ്യം: 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, അക്കാമ ചെറിയാൻ. അടുത്ത ചോദ്യം: തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത. ഉത്തരം ഓപ്ഷൻ ഡി, അക്കാമ ചെറിയാൻ. അടുത്ത ചോദ്യം: 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വെങ്ങാനൂർ. അടുത്ത ചോദ്യം: കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, അഗമാനന്ദ സ്വാമി. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. ഉത്തരം ഓപ്ഷൻ സി, വക്കം അബ്ദുൽ ഖാദർ. അടുത്ത ചോദ്യം: വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, അയ്യങ്കാളി. അടുത്ത ചോദ്യം: അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ, VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം: വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം: ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. അടുത്തത്: കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം. ഉത്തരം ഓപ്ഷൻ ഡി, പയ്യന്നൂർ. അടുത്ത ചോദ്യം: 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. ഉത്തരം ഓപ്ഷൻ ബി, EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം: ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിട്ടുള്ളവ: ഒന്നാമത്തേത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, 2 വാഗൺ ട്രാജഡി, 3 1919 ഏപ്രിൽ 13 നടന്ന സംഭവം, 4 വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 1ഉം 3ഉമാണ്. അതായത് മലബാർ കലാപവുമായി ബന്ധമില്ലാത്തത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. അടുത്ത ചോദ്യം: കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, അയ്യങ്കാളി. അടുത്ത ചോദ്യം: പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി, 1946. അടുത്ത ചോദ്യം: ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം: അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി, VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം: സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ എ,
മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം, സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം, മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവൽക്കരിച്ചു. 2. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തി. 3. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം. അടുത്ത ചോദ്യം, ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത്, പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരഗുരു. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. മൂന്നാമത്തെ പ്രസ്താവന, 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം. അതായത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയും മൂന്നാമത്തെയും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അടുത്ത ചോദ്യം, കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. 1. കുഞ്ഞമ്പു നായർ, 2. ചിരുകണ്ഠൻ, 3. KCS മണി. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം. അതായത് കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനും. അടുത്ത ചോദ്യം, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേത്, വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്. 2. വാഗ്ഭടാനന്ദൻ വിവേകാനന്ദ സന്ദേശം. 3. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം. ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം. അതായത് ശരിയായവ വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്, ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം. അടുത്ത ചോദ്യം, നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1. ഋതുമതി പ്രേംജി. 2. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. 3. പാട്ടബാക്കി KPR ഗോപാലൻ. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം.
അതായത് ശരിയായവ: ഋതുമതി, പ്രേംജി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, വീട്ടി ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം: നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. 1. ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ. 2. തൈക്കാടയ്യ സുബ്ബരായർ. 3. ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ. ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 3ഉം. അതായത് തൈക്കാടയ്യ സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. അടുത്ത ചോദ്യം: വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. ഡോക്ടർ പൽപ്പു. 2. ടി കെ മാധവൻ. 3. കെ പി കേശവമേനോൻ. ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം. അതായത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവർ ടി കെ മാധവൻ, കെ പി കേശവമേനോൻ. അടുത്ത ചോദ്യം: സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 2. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 3. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം. അതായത് 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അടുത്ത ചോദ്യം: ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല. ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ്. അടുത്ത ചോദ്യം: പഴശ്ശി കലാപസമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ്? ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. അടുത്ത ചോദ്യം: അഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി പുതുക്കാട്. അടുത്ത ചോദ്യം: അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജി. അടുത്ത ചോദ്യം: വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. ഉത്തരം ഓപ്ഷൻ എ കേണൽ ലീഗർ. അടുത്ത ചോദ്യം: കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ അഗമാനന്ദ സ്വാമി. അടുത്ത ചോദ്യം: പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത്? ഉത്തരം ഓപ്ഷൻ എ MT വാസുദേവൻ നായർ. അടുത്ത ചോദ്യം: ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ? ഉത്തരം ഓപ്ഷൻ സി കുറിച്യർ കുറുമ്പർ. അടുത്ത ചോദ്യം: സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. അടുത്ത ചോദ്യം: ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ. അടുത്തത്: അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി അഗമാനന്ദ സ്വാമി. അടുത്ത ചോദ്യം: തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി. അടുത്തത്: സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്? ഉത്തരം ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ. അടുത്ത ചോദ്യം: അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അടുത്ത ചോദ്യം: ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ? ഉത്തരം ഓപ്ഷൻ സി AK ഗോപാലൻ. അടുത്ത ചോദ്യം: സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്? ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി. അടുത്ത ചോദ്യം: സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. അടുത്തത്: കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യം: വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ്? ഉത്തരം ഓപ്ഷൻ ഡി സവർണജാഥ. അടുത്ത ചോദ്യം: കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട
കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. അടുത്ത ചോദ്യം, ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? ഉത്തരം ഓപ്ഷൻ ബി തൃശൂർ 1936. അടുത്ത ചോദ്യം, ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. അടുത്തത്, പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി മലബാർ കലാപം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? എ ദൈവദശകം, ബി ദർശനമാല, സി ശിവശതകം, ഡി നിജാനന്ദ വിലാസം. ഉത്തരം ഓപ്ഷൻ ഡി നിജാനന്ദ വിലാസം. നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമികളുടേതാണ്. ബാക്കി മൂന്നും ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത്, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. അടുത്ത ചോദ്യം, പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, വസ്ത്രധാരണാ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി. അടുത്ത ചോദ്യം, 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? ഉത്തരം ഓപ്ഷൻ എ തൃശൂർ. അടുത്തത്, സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? ഉത്തരം ഓപ്ഷൻ എ അരുവിപ്പുറം. അടുത്ത ചോദ്യം, വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി നാടകം. അടുത്തത്, ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കോഴഞ്ചേരി പ്രസംഗം. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്തത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. അടുത്തത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ഉത്തരം ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. അടുത്ത ചോദ്യം, എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? ഉത്തരം ഓപ്ഷൻ ബി പ്രൊഫസർ കെ.വി. തോമസ്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസ്. അടുത്തത്, തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ഡി 1949. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. അടുത്ത ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം? ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അടുത്തത്, കുണ്ടറ വിളംബരം നടന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 1809 ജനുവരി 11. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. അടുത്തത്, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം, അഗമാനന്ദ അന്തരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ സി 1961. അടുത്തത്, 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, അയ്യങ്കാളി ജനിച്ച ദിവസം? ഉത്തരം ഓപ്ഷൻ ഡി 1863
ഓഗസ്റ്റ് 28. അടുത്ത ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമി. അടുത്തത്, അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്? ഉത്തരം ഓപ്ഷൻ സി ആർ പാർവതി ദേവി. അടുത്ത ചോദ്യം, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്? ഉത്തരം ഓപ്ഷൻ സി 1859 ജൂലൈ 26. അടുത്ത ചോദ്യം, മേൽമുണ്ട സമരമെന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിലൊന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ചാന്നാർ ലഹള. അടുത്തത്, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ്? ഉത്തരം ഓപ്ഷൻ ഡി രാമനമ്പി. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല? ഉത്തരം ഓപ്ഷൻ സി മലബാർ. അടുത്തത്, മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം? ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്? ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി? ഉത്തരം ഓപ്ഷൻ ബി പഴശ്ശിരാജ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ സി വെങ്ങാനൂർ. അടുത്ത ചോദ്യം, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1697. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ചോദ്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.